Good evening, respected Achins, my dear mothers and sisters. Welcome to our final day uh, of our Shinoya prayer series. And on this last day, with hearts full of gratitude, Ebiachin, Sheena, and I, we welcome each of you all today. Over these past few days, we have journeyed together in faith, prayer, and reflection. And today, as it is the concluding day, let us, with thanks for the strength, peace, and grace that we have received, come together in unity for a deep spiritual renewal, a divine encounter, and a lasting transformation. I once again welcome you all, and with prayers and joyful heart, I pray that today's blessings overflow in each of your lives and homes. To start our prayer today, I invite Reverend Father George David Achin, who is also the Vice President of the Midwest region, Chicago region, to start the prayers. നമുക്ക് പ്രാർത്ഥിക്കാം. പറഖമോർ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ ഒരു നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തന്റെ സ്തുതികളാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്കു സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. Thank you, Acha. Next, I invite Niti George to read the scripture verses for us from the Gospel according to from 1 John chapter 4 verse 7 through 16. കേൾക്കാമോ ചേച്ചി? കേൾക്കാം. 1 യോഹന്നാൻ 4 അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോർ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പാർക്കുമോ. Thank you, Niti. Next we have Sheba George, who will sing a devotional song for us. കേക്കാമോ? Okay. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോനേ കർത്താവേ യേശുനാഥ ആശ്രയം തേടിയെന്നും ശാശ്വത രക്ഷ കൊള്ളുവാൻ ഭവ്യ സങ്കേതം നിന്റെ ദിവ്യമാം സ്നേഹമല്ലോ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോനേ കർത്താവേ യേശുനാഥ അക്ഷയ ഭോജ്യമാം നിൻ മാംസരക്തങ്ങളെ രക്ഷകാ ചേർത്തിടണേ മോക്ഷരാജ്യത്തിലെന്നെ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണി ആയുള്ളോനേ കർത്താവേ യേശുനാഥ. ആമേൻ. Thank you, Sheba. It's now time to hear the devotional message. And thankfully today I do not have to introduce the speaker to everyone. എബിയച്ചൻ പറയുന്ന പോലെ ഞാനത് ഇൻട്രൊഡക്ഷൻ തന്നാൽ അത് വലിയൊരു അപരാധമായിരിക്കും. കാരണം എന്നെക്കാളും നന്നായി അല്ലെ കൂടുതലായി ഇവിടെ സന്നിധരായ എല്ലാവർക്കും ആൻറ്റിയെ അറിയാം എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെ for the benefit of those who have newly joined, Elizabeth Tharugan Andy is the prayer coordinator for our Friday fasting prayers. And she has been so for several years now, and she uncomplainingly, with full dedication, continues to do so. It doesn't matter where she is. If she is here in USA, or if she is in Kerala, or if she's traveling, she will see to it that she'll make her time for the Friday fasting prayers. She's also a former teacher, and so is the right person to speak to us on this final day. ആൻറ്റി ഡെട്രോയിറ്റിലാണ് താമസിക്കുന്നതെങ്കിലും ഇപ്പോൾ നാട്ടിലാണ്. ആൻഡ്
ഇപ്പോ ഈ വെളുപ്പിനെ സമയത്ത് എഴുന്നേറ്റ് നമുക്കായിട്ടാണ് ഷീ സ്റ്റാർട്ടിങ് എ ഡേ straight with a devotional message for us. Thank you, Auntie, for joining, and I invite you to share the message now. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർദ്ദമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ ഓർമ്മയ്ക്കായുള്ള ഈ പരിശുദ്ധ ശൂനോയോ നോമ്പിന്റെ 13-ാം ദിവസം ഒരുമിച്ച് വരാൻ നമ്മെ സഹായിച്ച സർവശക്തന് നന്ദി പറഞ്ഞ സ്തോത്രം കരയറ്റാൻ നമുക്ക് ഒരു നിമിഷം തലവണക്കാം. മഹാപരിശുദ്ധനും കാരുണ്യവാനും അത്യുന്നതനും സർവാധിപനുമായ കർത്താവെ, മക്കളായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കുറവുകൾ ക്ഷമിക്കണേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവമക്കളെ, ഇപ്പോൾ ശനി സംസാരിച്ചതുപോലെ ഒന്നും എനിക്ക് ദൈവസന്നിധിയിൽ അവകാശപ്പെടാനില്ല. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശ്രേഷ്ഠമായ മെസ്സേജ് എല്ലാവരും തന്നു. എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. എങ്കിലും പ്രാർത്ഥനയോടിരിക്കണമേ എന്ന ഒരു അപേക്ഷ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പാവം യഹൂദ പെൺകുട്ടി നിരന്തരം തിരുവെഴുത്തുകൾ ധ്യാനിച്ചും ഹൃദയത്തിൽ സംഗ്രഹിച്ചും ഇരിക്കുമ്പോൾ ഒരു ശബ്ദം, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. കന്യക ഭ്രമിച്ചുപോയി, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമുക്കത് ആവർത്തിച്ചു പറയാം. നമ്മുടെ ഓരോരുത്തരെയുമായിട്ട് നമുക്കത് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കാതിൽ കൂട്ടി കേട്ട ഈ വചനം അചഞ്ചലമായ വിശ്വാസവുമായി യേസ് പറഞ്ഞ് ഹൃദയത്തിലും ഉദരത്തിലും പരിശുദ്ധ മാതാവ് ദൈവപുത്രനെ വഹിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത്, മുന്നോട്ട് നോക്കുമ്പോഴ് കാനായിലെ കല്യാണ വിരുന്നില് മാതാവ് വീഞ്ഞയില്ല. അതാണ് നമ്മളെപ്പോഴും മാതാവിനെ പറ്റി മധ്യസ്ഥത പറഞ്ഞ് മധ്യസ്ഥതയുടെ റൂട്ട് എന്താണെന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല. ഇവിടെ രണ്ട് കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരാവശ്യപ്പെടാതെ തന്നെ മാതാവ് അവരുടെ വൈഷമ്യം കർത്താവിന്റെ സന്നിധിയിൽ അവതരിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, പരസ്യ ശുശ്രൂഷയുടെ സമയമായിട്ടില്ല. പരസ്യ ശുശ്രൂഷ നേരത്തെ കൊണ്ടുവരികയാണെങ്കിൽ കുരിശുമരണവും അതിനനുസരിച്ച് നേരത്തെ വരും. പുത്രന്റെ മൃത്യു നേരത്തെ ആയാലും വേണ്ടില്ല. ഈ ഭവനത്തിന്റെ രക്ഷയും ലോകത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി മാതാവ് പുത്രനേക്കാൾ അതിന് മുൻതൂക്കം കൊടുത്തു. പുത്രനും അപ്രകാരം തന്നെ മാതാവിനെ അനുസരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് മാതാവിന്റെ നിത്യകന്യകത്വം കാണുന്നുണ്ട്. മുൻപും പിൻപും പുരുഷനെ അറിഞ്ഞിട്ടില്ല. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവചനമുണ്ട്. നിത്യകന്യകയായ മാതാവിനെ അനുകരിക്കാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന് മഹത്വവും ഏക ആശ്രയം ആ പിതാവ് സത്യേക ദൈവത്തിൽ മാത്രം കൊടുത്ത് ആ ദൈവത്തെ ആരാധിച്ച് നമുക്ക് ജീവിക്കാം. ലാട്രിയ എന്ന ഒരു പദമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 1 തിമോത്തി 2:6 നാം ഇങ്ങനെ കാണുന്നു, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് നമുക്ക് മധ്യസ്ഥനായിട്ട് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുണ്ട്. അത് ഏകാശ്രയമായി നമുക്ക് ജീവിക്കാം. ഇനി നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എടുത്താൽ, നിത്യകന്യകയായ മാതാവിന്റെ നിത്യകന്യകത്വത്തിനനുസരിച്ച് നമുക്ക് സർവമഹത്വവും പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യദൈവത്തിന് കൊടുക്കാം. രണ്ടാമത് തിരിച്ചെടുക്കുമ്പോൾ മാതാവിന്റെ അപേക്ഷാ സ്വാതന്ത്ര്യം, നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുക. നാം പറഞ്ഞാലും ഇല്ലെങ്കിലും, അത് കാനായിലെ കല്യാണ വിരുന്നിലാണ് നാം തുടങ്ങുന്നത്.
ഇപ്പൊ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അതിനെ ഹൈപ്പർ ഡൂലിയ എന്ന പദം ഉപയോഗിക്കും. അത് കഴിഞ്ഞ് നാം വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധന്മാരും ദൂതന്മാരും രക്തസാക്ഷികളും എല്ലാം നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇനി അടുത്തതായി നാം നോക്കുമ്പോൾ മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് ചേഞ്ചസ് വന്നിട്ടുള്ള അനേകരെയും നാം കാണുന്നുണ്ട്. പരിശുദ്ധ എലിസബത്ത് അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ, അതേപോലെ തന്നെ സക്കറിയ പുരോഹിതന് നാവിന്റെ കെട്ടഴിഞ്ഞു. യോഹന്നാൻ സ്ലീഹയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തില് ഒരുവൻ കർത്താവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി, പക്ഷെ അദ്ദേഹം കർത്താവിനെ അനുഗമിച്ചില്ല, അദ്ദേഹത്തെ വിരോധിച്ചു കളയാൻ എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതുപോലെ മർക്കോസ് സുവിശേഷം ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം കർത്താവ് യെരുശലേമിലേക്ക് പോകുമ്പോൾ ശമരിയക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല, ആകാശത്ത് നിന്ന് തീ ഇറക്കി കളയാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ചില എടുത്തുചാട്ടങ്ങൾ. പിന്നീട് നാം കാണുന്നത് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തില് ഇടതും വലത്തും ഇരിക്കാൻ സഹോദരനോടൊപ്പം കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ ഇടതും വലത്തും ഇരിക്കാനെന്ന് ആഗ്രഹിച്ചു. പിന്നീട് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവിന്റെ മാറോട് ചാരി. അപ്പൊ നമുക്കൊരു സംശയം, മറ്റു ശിഷ്യന്മാർക്കൊന്നും അവസരം കൊടുക്കാതെ ഒന്ന് കർത്താവിന് മാറോട് ചാരിയിരുന്ന് ആരാണ് കർത്താവിനെ ഒറ്റുകൊടുക്കുന്നതെന്ന് ആലോചിച്ചു. പിന്നെ ഉണ്ടായിരുന്ന യോഹന്നാൻ സ്ലീഹ, ഗാഗുൽത്തായിൽ കർത്താവ് കുരിശിൽ മരണത്തിലിരിക്കുമ്പോൾ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും യോഹന്നാനെ ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ ആ ഗോകുൽത്താൽ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ഭവനത്തിൽ കൈക്കൊണ്ട സമയത്ത് മാതാവ് ഈ മകനെ മടിയിൽ കിടത്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, മകനെ, ക്രിസ്തുഭാവം അല്ലാതെ എന്തെങ്കിലും നിന്നിലുണ്ടെങ്കിൽ നീ അത് ഉപേക്ഷിക്കണം. പിന്നീട് നാം കാണുന്നത് കർത്താവ് ഉയർത്തി എഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് പോയി എന്ന വാർത്ത കേട്ട് ഓടി, പത്രോസിനോടൊപ്പം ഓടി കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം അവിടെ പ്രവേശിച്ചില്ല, മാറി നിന്നു. പത്രോസ് ലീഹയ്ക്ക് അവിടേക്ക് കയറാനുള്ള സമയം കൊടുത്തിട്ട് മാറി നിന്നിട്ട് പിന്നീട് മാത്രമേ പ്രവേശിച്ചുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും പേര് കാണുന്നില്ല, മറ്റേ ശിഷ്യൻ എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രമാത്രം മാറ്റമാണ് ആ ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പിന്നീട് അത് കാണുന്നു. അതുപോലെ മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്കും എത്രമാത്രം മാറ്റം നമുക്ക് സംഭവിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിരന്തരമായ വചന ധ്യാനവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. നിരന്തരമായി വേദപുസ്തകം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവപുത്രൻ നമ്മുടെ ഹൃദയത്തിലും ഉരുവാകും. മാതാവിനെ പോലെ നമുക്കത് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ചിന്തകൾ വെടിപ്പാകും. നമുക്ക് പലപ്പോഴും പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല. അസാധ്യമായി കരുതുന്നത് പലതും സാധ്യമാകും. നമ്മുടെ ബന്ധനങ്ങൾ അഴിയും, നമ്മുടെ പ്രവൃത്തികൾ, വാക്കുകൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മിലുള്ള ചില ഭൂതങ്ങളുണ്ട്, വിദ്വേഷം, പക, ദുർമോഹം, അവിശ്വാസം, ഇതെല്ലാം പുറത്താവും. സൗമ്യതയും സാവധാനതയോടും കൂടി മറ്റുള്ളവരിലെ നന്മ കാണുവാനും നമ്മിലെ ഇല്ലായ്മ കാണുവാനും നമുക്ക് സാധിക്കും. ഇതെല്ലാം ഒരു ക്രിസ്തു ഭാവം നമ്മിൽ ഉണ്ടാകുവാൻ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുവാൻ നമ്മെ സഹായിക്കും. മാത്രമല്ല, തിരുശരീര രക്തങ്ങൾ വിശുദ്ധിയോടെ സ്വീകരിക്കുകയാണെങ്കിലും കർത്താവ് നമ്മിൽ ഉരുവാകാൻ ഇടയാവും. പിന്നെ മാതാവിന്റെ ആ ധാരാളം ഗുണങ്ങൾ വേദപുസ്തകത്തിലുടനീളം ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെയും അത് ഭംഗിയായി അവതരിപ്പിച്ചതാണ്. ആ ഗുണങ്ങളെല്ലാം നമുക്ക് അനുകരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ കർത്താവ് നമ്മിൽ ഉരുവാകാൻ നമുക്ക് ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തായിട്ട് നാം കാണുന്നത് മാതാവിന്റെ മരണം അടുത്ത സമയത്ത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലരോട് പറഞ്ഞു, മാതാവിനെ ഒലിവ് മലയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോയി കേവ്സ് ആ ഗുഹയിൽ ഒരനിൽ കൊണ്ടുവന്ന് വയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴ് ഒരു ജുഫാനിയോ എന്ന് പറഞ്ഞു. അന്നും ശത്രുക്കളുണ്ട്, മാതാവിനെ അപായപ്പെടുത്തുവാൻ ആൾക്കാരുണ്ട്. ഈ ജുഫാനിയോ മാതാവിനെ തള്ളിയിടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഏഞ്ചൽ ആ ജുഫാനിയോയുടെ കൈകൾ രണ്ടും വെട്ടി. പക്ഷെ മാതാവിനോട് അപേക്ഷിച്ചപ്പോൾ മാതാവ് ആ ജുഫാനിയോയെ സൗഖ്യമാക്കി. പിന്നീട് മാതാവ് മരിച്ച് ഗതസമനത്തോട്ടത്തിൽ അടക്കം ചെയ്തു. പക്ഷെ മാതാവിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നാം
പാരമ്പര്യത്തിൽ വായിക്കുന്നത്. മിശിഹാ തമ്പുരാൻ പ്രകാശമേഘത്തിൽ വന്ന് മാതാവിന്റെ ശരീരം പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി ഇത് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, ഇത് വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്നും പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഒരു പ്രാർത്ഥന ഒരു ട്രെയിനിൽ ഇരുന്നുകൊണ്ട് കുറെ സിസ്റ്റർമാർ ഒന്നിച്ചിരുന്ന് ചൊല്ലുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഈ പ്രാർത്ഥന നാം എന്നും ചൊല്ലുന്നതാണ്. ഈ പ്രാർത്ഥന അവരിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ നിരാശ മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ട് അതിനകത്ത് അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം ഈ പ്രാർത്ഥന കേട്ടു. പാപിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള ആ പ്രാർത്ഥന അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം ആ ആത്മഹത്യയിൽ നിന്ന് മോചിതനായി. ഇതുപോലെ ഈ പ്രാർത്ഥന അനേകർക്ക് ലൗകികമായും ആത്മീയമായും വിടുതൽ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥന നാം എന്നും പ്രാർത്ഥിക്കുന്നതാണ്. അതിന്റെ അർത്ഥം അറിഞ്ഞ് ആത്മാർത്ഥയോടെ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കൂടാതെ നാം പറഞ്ഞതുപോലെ തന്നെ ഈ നോമ്പുകാലം കഴിഞ്ഞിട്ടും നമുക്ക് പ്രാർത്ഥന തുടരാം. ഈ നോമ്പ് കാലത്ത് മാത്രമല്ല, ഈ പ്രാർത്ഥന വേദപുസ്തക ധ്യാനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ശക്തമായ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്കും കുടുംബത്തിനും സഭയ്ക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവസരം കിട്ടും, സംശയമില്ല. വചനത്തിന് അത്രയ്ക്കധികം പ്രാധാന്യമുണ്ട്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരെന്നറിയും. ഇത് 267 ഫ്ലാഗ്സ് ഉണ്ടെങ്കിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ഫ്ലാഗില് ഒരു ഓപ്പൺ ബൈബിളും ഈ വാക്യവും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ നമുക്കിത് കാണാം. അങ്ങനെ ഒരു രാജ്യം. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ബലഹീനയായ എനിക്ക് ഈ ഒരു അവസരം തരുവാൻ ദൈവം തിരുമനസ്സായി. ദൈവത്തിന് നന്ദി കരുതിപ്പം ഈ മർത്തമറിയം സമാജത്തിലെ ഭാരവാഹികൾക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you for the message, Auntie. Thank you for taking us through the life of Mother Mary. May Mother Mary continue to guide us in faith, humility, and love, and may her prayers lead us to a spiritual renewal. Thank you for that informative message, Auntie. I now request Sheba George to lead us into the intercessory prayer. സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് കർത്താവേ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ 13ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, വിശുദ്ധ മാതാവിന്റെ ഓർമ്മയെ ദൈവം മഹത്വപ്പെടുത്തുകയും മാതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ശത്രുവിന്റെ എല്ലാവിധമായ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശുപത്രികളിലും വീടുകളിലുമായി കടന്ന കഷ്ടത അനുഭവിക്കുന്ന അനേക രോഗികളുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധമായ രോഗത്താൽ ശാരീരികവും മാനസികവുമായി തകർന്നിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് ആശ്രയവും അഭയസ്ഥാനവും കർത്താവാകുന്നുവല്ലോ. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും മാതാപിതാക്കളെ ബഹുമാനവും സ്നേഹവും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവർക്ക് കർത്താവേ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും
വിടുവിച്ച് കർത്താവെ നന്മയിലേക്ക് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യഥാർത്ഥമായി ദൈവത്തെ രുചിച്ചറിയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ തോന്നണമേ, കരുണ തോന്നണമേ. കർത്താവേ കൾ നിറഞ്ഞ ലോകത്തിലാണ് അടിയങ്ങൾ കർത്താവെ കുടുംബജീവിതങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവമേ കുടുംബസ്ഥരായി ജീവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ക്ഷമയോടും സൗമ്യതയോടും സ്നേഹത്തോടും കർത്താവെ സഹനത്തോടും കൂടി തരണം ചെയ്തുകൊണ്ട് കർത്താവെ ദൈവമാതാവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ നീ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പട്ടക്കാർ അൽമായർ സത്യ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. എല്ലാ സുവിശേഷകരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമേ. ശത്രുവിന്റെ എല്ലാവിധമായ പോരാട്ടങ്ങളിൽ നിന്ന് അവരെ കാത്തു പരിപാലിക്കണമേ. ദൂതന്മാരാൽ അവരെ കാവൽ ചെയ്തു കൊള്ളണമേ. വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമേ. അപ്പാ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവില് കർത്താവെ യുദ്ധം മൂലവും പെട്ടെന്നുള്ള പ്രകൃതിക്ഷോഭം മൂലം അനേകർ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ സകലവും നഷ്ടപ്പെട്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഭാരപ്പെട്ടു കർത്താവെ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കൊരു താങ്ങും തണലുമായി ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സത്യത്തിലും നീതിയിലും ഭരിപ്പാൻ ഭരണകർത്താക്കൾക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട വസ്ത്രം പോലെയാവുന്ന നിങ്ങൾ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ അവിടുത്തെ മഹാകരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാതനകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നപ്പാ. കർത്താവേ ഞങ്ങൾ കുറവുള്ളവരും കുറ്റക്കാരും ആകുന്നെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കി തീർക്കണമേ. അവസാനത്തെ നാളിലെ ശിക്ഷാവിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാനും ജയത്തിന്റെ സ്ലീബായാൽ ഞങ്ങളെ മുദ്രയിട്ട് കാവൽ ചെയ്തു കൊള്ളുമാറാകണമേ. സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Auntie. I now request Sali Raju Kochama and Santa Chechi to lead us and respond the litany. കേക്കാമോ? കേൾക്കാം കൊച്ചമ്മ. പരിശുദ്ധ കന്യമറിയാമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. Please mute yourselves. വിശുദ്ധ കന്യകയായ മർത്തറിയം മാതാവേ, ഞങ്ങൾക്ക് കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗിയുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതസ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകതയുള്ളവർ ആയിത്തീരുന്നതിനായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യാനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയെ കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹദേവന്മാരുടെയും മൗദ്യാനന്മാരുടെയും കന്യാമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. Acha, could you give the benediction? ബറഖ്മോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും പ്രത്യേകിച്ച് സന്ധ്യന്മേലും അനുഗ്രഹീതമായ സന്ദേശം തന്ന പ്രിയ എലിസബത്ത് ആൻറ്റിയോടുകൂടിയും ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുവാനായിട്ട് സാധിക്കാതെ പോയിട്ടുള്ളവരും പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പുള്ള എല്ലാ വിഷയങ്ങളോടുകൂടിയും പ്രത്യേകിച്ച് MMBS ഓർഗനൈസേഷൻ്റെ മേലും അതിൻ്റെ ചുമതലക്കാരുടെ മേലും ഇന്നുമില്ല ഇപ്പോഴും ഒന്നേക്കൊണ്ടായിരിക്കുമാറാകണമേ. ആമേ. Thank you. Before everyone could leave, let me just take a quick moment to share my gratitude on behalf of the Diocese of Southwest America, Mattamariam Vanida Samajam. First and foremost, I thank our Lord because it's only because of his abundant grace and presence throughout these days we were able to come together in prayer. And we thank our Blessed Mother Mary, whose intercession has only led more closer to us, closer to his son. I thank Tirumeni, His Grace Thomas Mar Evanius, for his guidance and prayers. And thank you all our respected Achins for leading the prayers each day. I know it was difficult for you all to, to take time out, but then you all made it, and thank you so much for that. Thank you to my regional secretaries who hosted on these days. Thank you to our former and current DSWA leaders, MMES leaders who joined us. Thank you so much for the litany and for the messages. Thank you to all our sisters who shared the inspiring and these powerful messages and raised our requests and prayers during these days. Mark my words, your messages and prayers have certainly touched many hearts. Sincere thanks to all who rendered their voice to sing, to read the scriptures, and to pray the litany. To each one who joined in prayer, to all my mothers and sisters, thank you so much from the bottom of my heart for your dedication and your participation. Let us leave today with hearts strengthened, spirits renewed, and a deeper love for our Lord and His Blessed Mother Mary. I pray that He will bless you multifold in your life, and let us keep inspiring everyone around us in our
families, and in our communities. Once again, thank you all for patiently being with us all through these days. May God bless you abundantly. Thank you. Thank you once again. Good night.